കിച്ചൺ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്ക്, ഞാൻ ഏതെങ്കിലും റെസിപ്പി പോസ്റ്റ് ചെയ്യണം എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് കാണണ്ടേ? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കുട്ടി ഗസ്റ്റ്. ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് ഫ്രണ്ട്സ് പറ. ഹായ് ഫ്രണ്ട്സ്. ലൈക്ക് അടിക്കുക, വീഡിയോസ് എല്ലാം ലൈക്ക് അടിക്കുക. ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കേട്ടോ. ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഈസി. ഇന്ന് ചിക്കൻ ചീസ് പാറ്റീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്, ഒരു അപ്പറ്റൈസർ ആണ്. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യാം, ബ്രെഡിനകത്തോ ബണ്ണിനകത്തോ വെച്ച്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസും മെത്തേഡും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് അടിക്കുക, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോ ഈ ഈസി ചിക്കൻ ചീസ് പാറ്റീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ ചീസ് പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ ബൗളിൽ നമുക്ക് ബോൺലെസ് ചിക്കൻ എടുക്കണം. ഇവിടെ ഞാൻ 4 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 900 ഗ്രാംസ് ഉണ്ട്. ഇത് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്യണം, അതായത് ബൈറ്റ് സൈസ് പീസസ്. നിങ്ങൾക്ക് ബൈറ്റ് സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇത് മിൻസ് ചെയ്തെടുത്താലും മതി. ഇതിലേക്ക് നമുക്കിനി 3 മുട്ട ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ മയോണൈസ് ചേർക്കണം. ഞാനിവിടെ 1/3 + 1/8 കപ്പ് മയോണൈസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ സെയിം ക്വാണ്ടിറ്റി ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, നിങ്ങൾക്ക് കോൺഫ്ലവറും യൂസ് ചെയ്യാം. 1/3 + 1/8 കപ്പ് മൈദ. പിന്നെ 1/3 + 1/8 കപ്പ് ഷ്രെഡഡ് മൊസറല്ല ചീസ്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ ഡിൽ ചെറുതായി ചോപ്പ് ചെയ്തത്. ഡില്ല് ഒരു ഹേർബാണ്, അത് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ പാഴ്സ്ലേയും യൂസ് ചെയ്യാം. അതും അവൈലബിൾ അല്ലെങ്കിൽ മല്ലിയില യൂസ് ചെയ്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇത് ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റും ഫ്ലേവറും എല്ലാം ചിക്കനിൽ പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് എടുത്ത് കുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാറ്റീസ് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട്, അല്ലെങ്കിൽ വലിയൊരു തവി ഉണ്ടെങ്കിൽ അതിലെടുത്താലും മതി, 1 സ്പൂൺ എടുത്ത് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാറ്റീസ് എല്ലാം കുക്കായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ്.
കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്ന് വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇത് ഡീപ്പ് ഫ്രൈയും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണയെ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഈ പാറ്റീസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ആയോന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്തൊന്ന് ഒടിച്ചു നോക്കിയാൽ മതി. അതിൽ ചിക്കൻ വൈറ്റ് കളറായിട്ടിരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കുക്ക്ഡ് ആണെന്ന്. അതിപ്പോഴും പിങ്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ അത് കുക്ക്ഡ് അല്ല. അപ്പോൾ ഫുള്ളി വൈറ്റ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് കുക്ക്ഡ്. അങ്ങനെ എല്ലാ പാറ്റീസും നമുക്കിങ്ങനെ വറുത്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ ചീസ് പാറ്റീസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ആയിട്ട് വേണമെങ്കിൽ ബ്രെഡിനകത്തോ ബണ്ണിനകത്തോ വെച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ Take care. Bye bye.